ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം, ഫെങ് ഷുയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെങ് ഷുയി മാസ്റ്റർ ഡോക്ടർ ഷാജി കെ നായരാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കളർ കോമ്പിനേഷൻസ്, ഒരു വീട്ടിൽ കളർ കോമ്പിനേഷൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചായിരുന്നു. അതൊന്ന് കൂടുതലായിട്ടൊന്ന് ക്ലാരിഫൈ ചെയ്യാമോ? കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, നല്ലൊന്നും കൂടെ ഞാൻ വിവരിക്കും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വീട്ടിൽ പുതിയൊരു വീട് വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ റിനോവേറ്റ് ചെയ്യുന്ന വീട്ടിലും കളർ അടിക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ കളറിനും ഓരോ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതേപോലെ തന്നെ ഫെങ് ഷുയിലും കളറുണ്ട്. അത് 4 ദിശകളിൽ 4 കളറാണുള്ളത്. അതിൽ കിഴക്ക് ഭാഗം ഗ്രീൻ പച്ച കളറാണ്, തെക്ക് ഭാഗത്ത് റെഡ് ചുവന്ന കളറാണ്, പടിഞ്ഞാറ് വൈറ്റ് കളർ വെള്ള കളറാണ്, അതേപോലെ തന്നെ വടക്ക് ബ്ലൂ കളർ നീല കളറാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പം ഈ ഒരു രീതി അനുസരിച്ചാണ് ബേസിക്കായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു വീട്ടിൽ ഈ ഒരു രീതി അനുസരിച്ചാണ് കളർ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് നമ്മൾ കളർ സെറ്റ് ചെയ്യുമ്പോൾ ഈ കൂടുതലായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കളർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ നോക്കാതെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനും ദോഷം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മളത് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. സർ, വേറെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ വാൾ ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു വാൾ ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തിട്ട് അതിൽ നല്ല ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും ഇതും എന്തെങ്കിലും ഉണ്ട്. കാരണം ഇതിലിപ്പം അതിനകത്ത് വടക്ക് ഭാഗത്ത് നമ്മൾ വാളാണ് ഉള്ളത്, ബ്ലാങ്കറ്റ് കിടക്കുന്ന, അല്ലെങ്കിൽ സ്റ്റെയറിൻ്റെ സൈഡിലൂടെ ഉള്ള ഒരു വാൾ. അതൊക്കെ ഇപ്പം നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്നുണ്ട്. അതിൽ ആഡ് ചെയ്യുന്ന കളർ ഇപ്പം ആ ഇന്ന പർട്ടിക്കുലർ ഇന്ന കളറെ ആ ഡിസൈനിങ്ങിൽ ആഡ് ചെയ്യും. മൾട്ടി കളർ വരുമല്ലോ, അതിൽ കൂടുതലായിട്ട് അതായത് കയറി നിൽക്കുന്ന കളർ ഏതാണോ അത് ആ ഭാഗത്തുള്ള എനർജി ബൂസ്റ്റ് ചെയ്യാനുള്ള കളറായിരുന്നാൽ കുറച്ച് ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഉദാഹരണം, സൗത്തിലുള്ളൊരു ഭിത്തിയാണ് നമ്മൾ ഡിസൈൻ ചെയ്യാൻ കൊടുക്കുന്നത് വെച്ചോ. നമ്മളപ്പോൾ അവിടെ നല്ല എന്താ പറയുക, നല്ല ഗോൾഡ്, നല്ല സിൽവർ കളറൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് എടുക്കുകയാണെന്ന് വെച്ചോളൂ. അതിൽ റെഡ് ഷെയ്ഡ് എവിടെയെങ്കിലും കുറച്ച് കയറ്റി വിട്ടാൽ മതി. അപ്പോൾ റെഡ് മിസ്റ്റായിട്ട് നമുക്കത് വരും. അതൊരു നല്ലൊരു പോസിറ്റീവ് എനർജി ക്രിയേറ്ററാണ്. അതേപോലെ തന്നെ ഈസ്റ്റിലാണെങ്കിൽ ഗ്രീൻ ഷെയ്ഡ് കൂടുതൽ കൊടുക്കാം, നോർത്തിലാണെങ്കിൽ ബ്ലൂ ഷെയ്ഡ് കൂടുതൽ കൊടുക്കാം, അതേപോലെ തന്നെ വെസ്റ്റിലാണെങ്കിൽ വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് കൊടുക്കാം. അത് നമ്മളത് പ്രത്യേകം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഇതാണ് ഗുണമാണ് അതിനകത്തുണ്ടാകുന്നത്. കാരണം ഒരു ലിവിങ് റൂം, നമ്മളെപ്പോഴും കൂടുതൽ ആൾക്കാർ വന്നിരിക്കുന്ന സ്ഥലം വീടിൻ്റെ ലിവിങ് റൂമാണ് അല്ലേ. ആ ലിവിങ് റൂമിൻ്റെ ഓരോ ഭിത്തികളും നമ്മൾ ആ രീതിയിൽ അറേഞ്ച് ചെയ്ത് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. അപ്പം ലിവിങ് റൂമിൻ്റെ സൗത്തിൽ വരുമ്പോൾ അതിനകത്ത് നമ്മുടെ നല്ല ഭംഗിയുള്ള എന്താ പറയുക, ഉദയസൂര്യൻ്റെ പിക്ചറൊക്കെ വയ്ക്കുമ്പോൾ, ഈ ആർട്ട് വർക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പെയിൻറ്റിങ്സൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെയുള്ള പിക്ചറൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏറ്റവും ഇതിൽ പറയുമ്പോൾ നമുക്ക് പെയിൻറ്റിങ്സിന് തന്നെ, അതും വരും എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു, പെയിൻറ്റിങ്സ് തന്നെ വെക്കേണ്ട പോയിൻറ്റുകളുണ്ട്. ഇന്ന കളറുള്ള പെയിൻറ്റിങ്, നമ്മുടെ എന്താ പറയുക ജലാശയത്തിൻ്റെ പെയിൻറ്റിങ്, ഉദയസൂര്യൻ്റെ, അത് ഒത്തിരി മരങ്ങളുടെ പെയിൻറ്റിങ് വരാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പെയിൻറ്റിങ്സൊക്കെ നമ്മൾ വീട്ടിൽ ഓരോ ലിവിങ് റൂമിൽ ആഡ് ചെയ്യേണ്ട പർട്ടിക്കുലർ പോയിൻറ്റ്സ് വരെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വീട്ടിൽ പിസ്ത ഗ്രീൻ, കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞാൽ പിസ്ത ഗ്രീനാണ് ബെറ്റർ. അതല്ലെങ്കിൽ ഓഫ് വൈറ്റ് ഗ്രേ ഷെയ്ഡ് കൊടുക്കാം. ഓഫ് വൈറ്റ് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓഫ് വൈറ്റ് ഏത് വേൾഡിനാണ് യൂസ്. സർ, കുട്ടികളുടെ റൂമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കളർ ഏതാണ്? ഈ പിസ്ത ഗ്രീനാണുള്ളത്. പിസ്ത ഗ്രീൻ പൊതുവേ ബെഡ്റൂമിലും കുട്ടികളുടെ റൂമിലൊക്കെ പിസ്ത ഗ്രീനാണ് ബെറ്റർ എന്ന് പറയും. കാരണം ഈ പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്രീൻ ഷെയ്ഡ് കയറി നിൽക്കുമ്പോൾ അതിനൊരു എനർജി, പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവ് ഗ്രീനിനകത്ത് കൂടുതൽ. സർ, പിസ്ത ഗ്രീൻ മാത്രം പറയുന്നത് എന്താണെന്ന് ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. കാരണം നമുക്ക് ഗ്രീൻ പല ഷെയ്ഡ്സ് ഉണ്ടല്ലോ. അതെ, അത് പിസ്ത ഗ്രീൻ എന്ന് പറയുമ്പം യെല്ലോയും ഗ്രീനും മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറാണ്. അതായത് നമ്മൾ എന്താ പറയുക, ചെടികളുടെ ലീഫിന് നല്ല ഫസ്റ്റ് മറ്റേ തിളിരല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതിൽ വരുന്ന ആ ഒരു കളറാണ് വരുന്നത്. ആ ലീഫിന് എന്താ പറയുക, സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ള ലീഫിനാണെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയി വരും. ഇത് ലൈറ്റ് ഗ്രീൻ, അതാണ് പിസ്ത ഗ്രീൻ. സാധാരണ പിസ്ത ഗ്രീൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന പിസ്ത ഉണ്ടല്ലോ, അത് അതിൻ്റെ ഒരു കളർ നല്ല ലൈറ്റ് കളർ. ആ കളറൊക്കെ നല്ലൊരു എനർജി ക്രിയേറ്ററാണ്. അത് പിസ്ത ഗ്രീൻ എന്നാണ് അതിനെ പറയുന്നത്. അല്ലെങ്കിൽ ലെമൺ എല്ലാം, ഈ ചെറുനാരങ്ങയുടെ ആ ലൈറ്റായിട്ട് ചെറുനാരങ്ങ പഴുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ മഞ്ഞയും പച്ചയും കൂടെ മിക്സ്ഡായിട്ടുള്ള ആ ഒരു കളറും നല്ലൊരു എനർജി ക്രിയേറ്ററാണ്.
ഇങ്ങനെയുള്ളതാണ് ഏറ്റവും നല്ല പോസിറ്റീവ്. ഇപ്പോൾ കുട്ടികളുടെ സ്റ്റഡി റൂമിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കളറുകളൊക്കെ ഏറ്റവും ഉപയോഗിക്കാൻ നല്ലതാണ്. കൊച്ചു കുട്ടികളുടെ റൂമിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ സാധാരണ ആർട്ട് വർക്കൊക്കെ റൂമുകളിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം പല പല ഈ നല്ല ഡൊണാൾഡ് ഡക്ക് അങ്ങനത്തെ ആർട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതും ചെയ്യുമ്പോഴും അവർ ഈ സൗത്തിലുള്ളത് റെഡ് കളർ കയറി നിൽക്കത്തക്ക രീതിയിലുള്ള സൗത്തിൽ കൊടുക്കണം. അതേപോലെ തന്നെ നോർത്തിലുള്ളത് ബ്ലൂ ഷെയ്ഡ് കയറി നിൽക്കത്തക്ക രീതിയിൽ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വെച്ചിട്ട് അതും നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ റൂമിനകത്ത് കിടക്കുമ്പോൾ നല്ല നല്ല സുഖമായിട്ടുള്ള ഉറക്കം. റെഡ് കളർ എന്ന് പറയുമ്പോൾ റെഡിന്റെ എല്ലാ ഷെയ്ഡ്സും വരും, എല്ലാ ഷെയ്ഡ്സും, ഓറഞ്ച്, അങ്ങനെ മറൂൺ, അങ്ങനെ എല്ലാ റെഡിൽ തന്നെ വരുന്ന വരുന്നതാണ്. ഇപ്പോൾ റെഡ് വേണമെന്ന് ഡാർക്ക് റെഡ് അല്ല ഉപയോഗിക്കുന്നത്, റെഡ് ഷെയ്ഡ്. അപ്പം ഒരു പല ആൾക്കാരും പറയാറുണ്ട്, ചില റൂമിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ 4-3 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ ഉണ്ട്. അതാകുമ്പോൾ ഒത്തിരി ടെൻഷൻ. ആ 4-3 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ വരുന്ന റൂമിലാണ് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടാവും. ആവശ്യമില്ലാത്ത ടെൻഷനാണ് ഉണ്ടാകുന്നത് അത്രയും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ ടെൻഷൻസൊക്കെ കുറയ്ക്കുവാൻ 4 എന്ന് പറയുന്ന ലവ് സ്റ്റാർ, അതായത് സ്നേഹത്തോടുള്ളതാണ്. 3 എന്ന് പറയുന്നത് കോറൽ സ്റ്റാർ. അവിടുത്തെ 3യുടെ ധാതു എന്ന് പറയുന്നത് മരമാണ്. ഓക്കെ, അപ്പം ഈ മരത്തിൻ്റെ എനർജി കയറി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമുക്കുണ്ടാവുന്നത്. ജലവും മരവും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഈ ഒരു എഫക്റ്റ് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കുവാൻ അഗ്നിക്ക് മാത്രമേ കഴിയുള്ളൂ. അത് ഫ്ലൈങ് സ്റ്റാർ ഫെങ്ഷുയാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവത്തില്ല. ഇങ്ങനെ അത് അഗ്നി. ഇപ്പം അഗ്നി എനർജി നമ്മളവിടെ കൂടുതലായിട്ട് കൊടുക്കണമെങ്കിൽ ഒന്നുകിൽ റെഡ് കളർ ഷെയ്ഡ്, അത് ബെഡ്ഷീറ്റ്, പില്ലോ കവർ, കർട്ടൻ, ഇതൊക്കെ റെഡ് മിസ്ഡ് ആയിട്ടുള്ള കളറാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം വൈറ്റിൽ റെഡ് പൂക്കളുള്ളത് ഉപയോഗിക്കാം. പ്യുവർ റെഡ് തന്നെ വേണമെന്നില്ല, മനസ്സിലാകുന്നുണ്ടോ? അപ്പം അങ്ങനെയുള്ള ഷെയ്ഡുള്ള ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അപ്പം ഫയർ എനർജി അവിടെ കൂടും. അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ് ലൈറ്റ്, അതൊക്കെയാണ് ആ റൂമുകളിൽ നമ്മൾ ഉപയോഗിക്കാൻ. കളർ നമ്മൾ ചൂസ് ചെയ്യുമ്പോഴത്തേക്ക് റൂമിൻ്റെ സൈസ് കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഇല്ല സർ, സൈസ് അത് പൊതുവേ ഇന്ത്യൻ വാസ്തു അനുസരിച്ച് ഒരു വീട് വയ്ക്കുമ്പോൾ, അത് പുതിയതായിട്ട് പണിയുന്ന ഒരു വീടിലാണ് ഓരോ റൂമുകളിലും അതിൻ്റെ കണക്കനുസരിച്ച് മാത്രമേ നമ്മൾ പ്ലാൻ കറക്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? വീടിന് അളവിന് തന്നെ വ്യത്യാസമുണ്ട്. അത് 5 ടൈപ്പ് പ്രായമുണ്ട്. അത് പല എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം, മരണം എന്നുള്ളതൊക്കെ ഉണ്ട്. അതിൽ ബാല്യാവസ്ഥയിലോ അല്ലെങ്കിൽ കൗമാരോ യൗവനമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എടുക്കാറ്. അതേപോലെ തന്നെ ഓരോ റൂമിൻ്റെ അളവും ആ രീതി അനുസരിച്ചാണ് ചെയ്യുന്നത്. അപ്പം ചില എന്തെങ്കിലും ചെറുതായിട്ട് അളവിന് തെറ്റെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റൂമിൽ താമസിക്കാൻ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കോളും. അപ്പം പൊതുവേ ഞാൻ പോയി നോക്കാറുള്ള വീടുകളെല്ലാം ഓൾറെഡി വർക്ക് പകുതിയോ അല്ലെങ്കിൽ 3/4 ഭാഗമോ അല്ലെങ്കിൽ ഫിനിഷ് ചെയ്ത വീടൊക്കെ പോയി നോക്കാറുള്ളൂ. അതിൽ ഇനി ഈ റൂമിൻ്റെ അളവ് കറക്റ്റ് അല്ല, നിങ്ങൾ അതിന് ഇടിച്ച് മാറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവും. അല്ല, അളവ് കൺസിഡർ ചെയ്യൂ. എന്ന് വെച്ചാൽ നമ്മൾ കളർ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോൾ ലിവിംഗ് റൂം വലുതാണ്, അപ്പോൾ അതിന് വേറെ കളർ, ബെഡ്റൂം കുറച്ചും കൂടെ ചെറുത്, അങ്ങനെ അത് കൺസിഡർ ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ അളവ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ വാസ്തു അനുസരിച്ച് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനാണ് അളവ് നോക്കുന്നത്. അല്ലാതെ വരുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പ് റൂമുകളിലും ഏതൊക്കെയാണ്, ലിവിങ് റൂമിൽ ഇന്ന ഭാഗത്ത് ഇന്ന കളർ, ഇന്ന ഭാഗത്ത് ഇന്ന കളർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജുവലറികൾ, ഓഫീസുകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിനൊക്കെ ഓരോ കളറുണ്ട്. സാർ, എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ആക്ടിങ് സ്കൂൾ നടത്തുന്നുണ്ട് ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ, നന്തൻകോട്. അപ്പോൾ അവിടെ അവർ അതൊരു ആക്ടിങ് സ്കൂൾ ആയതുകൊണ്ട് ഒരു ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഔട്ടർ സ്ഥലം മൊത്തം ബ്ലാക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബ്ലാക്ക് പെയിൻറ് കൊടുക്കുന്നത് നല്ലതാണോ? ബ്ലാക്ക് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മുടെ ഇപ്പം ഞാൻ ഓൾറെഡി ഡോക്ടറാണ്, സുജോക്ക് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞങ്ങളുടെ ഇതിൽ പറയുമ്പോൾ ന്യൂട്ടോ എന്ന് പറയുന്നൊരു എഫക്റ്റാണ് ബ്ലാക്ക്. ബ്ലാക്ക് എന്ന് പറയുമ്പോൾ ശരിക്കും എന്താ പറയുക, പ്രത്യേകിച്ച് ഒരു എനർജി ക്രിയേറ്ററും അല്ല, എന്നൊരു ന്യൂട്ടോ അവസ്ഥ ഒന്നുമില്ല. ഒരു വല്ല ഉള്ളത് അതേപോലെ കിടക്കും എന്നുള്ള ഒരവസ്ഥ. ശരി, ഞങ്ങളുടെ ഭാഷയിൽ ന്യൂട്ടോ എന്ന് പറയുന്നത് വേറെ ഏതാണ്ട് ഒരു എനർജി, ഒരു ഭഗവാനിൽ നിന്നുള്ള കൂടുതലായിട്ടൊരു എനർജി വരിക എന്നും ഞങ്ങളുടെ ഇതിൽ സുജോക്കിൽ പറയാറുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഒരു ആദർശ്യമായിട്ടുള്ള ശക്തി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ശരിക്കും ബ്ലാക്ക് അങ്ങനെ അധികം വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. കാരണം 1-2 ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള 1-2 സ്ഥാപനങ്ങളിൽ ഇതേപോലെ റൂഫ് ബ്ലാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ബിസിനസ് ഒന്നും ഡെവലപ്പ് ആവാത്തൊരവസ്ഥ. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ കൊടുക്കാൻ ചിലപ്പോൾ കാരണം ഉണ്ടായിരിക്കാം. കാരണം ക്യാമറ, അതായത് സ്റ്റുഡിയോസ്, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് ഷെയ്ഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം അതിനകത്ത് ഈ ക്യാമറയിൽ നിന്ന് വരുന്ന പർട്ടിക്കുലർ കളർ, അതുകൊണ്ടായിരിക്കും അങ്ങനെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ റിസപ്ഷൻ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളൊക്കെ
വേറെ കളർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് പ്രാക്ടീസ് ചെയ്യേണ്ട സ്ഥലമൊക്കെ വേണമെങ്കിൽ ബ്ലാക്കിൽ, കാരണം ഒരു ഷൂട്ടോ എന്തെങ്കിലും അവിടെ വെച്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ്. റിസപ്ഷനിലെ കളർ മാറ്റി കൊടുക്കാം. റിസപ്ഷൻ അതേപോലെ തന്നെ എന്താ പറയുക, ഓഫീസിലോട്ട് എൻട്രൻസ് ഉണ്ട്, അതിനേപോലെ തന്നെ ക്യാബിൻസ് ഉണ്ട്. ഈ ക്യാബിൻസിലൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കളർ അത് നോക്കി കൊടുക്കണം. എല്ലായിടവും ബ്ലാക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അതേപോലെ തന്നെ വീടിൻ്റെ പുറത്തും ബ്ലാക്ക് ഒന്നും കൊടുക്കാൻ ഒരു വീടുകളിലും അനുവദിക്കാറില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നോട്ട് ചെയ്തിട്ട് വിളിക്കുക. ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്തു തരാം. നമസ്കാരം.